കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായൊരു പ്രൊമോ വീഡിയോ ആണ്. നമ്മുടെ വസുമതി ആണെങ്കിൽ സത്യഭാമയുടെ രാഘവൻ നായരുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട് ഇന്ന് ലേലത്തിൽ വെക്കുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടുകയാണ്. അവർ ശരിക്കും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ വസുമതി കിട്ടിയ അവസരം മുതലാക്കുകയാണ്. കാരണം എങ്ങനെയാലും അവരെ തല പറ്റിക്കുക എന്നുള്ളതാണല്ലോ വസുമതിയുടെ ആവശ്യം. വേണമെങ്കിൽ അവർ ആ വീട് വാങ്ങിക്കും എന്നുള്ള രീതിയിലൊക്കെ അവരോട് പറയുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലേലം നടക്കുന്ന വീടാണ്. വീട്ടിലെ ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്നു, ഗുണ്ടകളൊക്കെ സെറ്റപ്പ് റെഡിയായിരിക്കുന്നു. ചന്ദ്രബോസുണ്ട്, രോഹിത്തുണ്ട്, സുസ്മിതയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഉപേന്ദ്രനും എല്ലാവരും ഉണ്ട്. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം വേറൊരാളെ അതിൻ്റെ അകത്തേക്ക് അവർ കടത്തിവിടത്തില്ല. അപ്പം ഗുണ്ടകൾ പറയുന്നുണ്ട്, എല്ലാം റെഡി ആയല്ലോ, നമ്മൾ ശ്രദ്ധിക്കണം, ആരെയും ഇതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ ലേലം വിളിക്കുകയാണ്. ലേലം വിളിക്കുമ്പം നമ്മുടെ രോഹിത്തിന് വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം എന്തായാലും അവന് തന്നെ കിട്ടുമല്ലോ. കാരണം അവരെ ഏർപ്പാടെ ആക്കിയ ആൾക്കാരല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ 15,40,000 അങ്ങനെ സംതിങ് ഒക്കെ പറയുകയാണ്. അങ്ങനെ രോഹിത്ത് വളരെ കോൺഫിഡൻറ്റോടെ ഇത് തനിക്ക് കിട്ടും, താൻ ഇനി ഇവിടുത്തെ രാജാവാണ് എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഇരിപ്പും നിൽപ്പൊക്കെ. അപ്പോൾ ഇത് കണ്ട സുസ്മിതയെ സന്തോഷത്തോടെ നിൽക്കുന്നു. ഉപേന്ദ്രനാണെങ്കിൽ എന്താ പറയുക, അവിടെ വലിയ ആൾ കളിക്കുകയാണ്. അങ്ങനെ ലേലം വിളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൂടെ ഒരു ശബ്ദം അതിൻ്റെ ഇടയിലൂടെ ശാലിനെ കാണിക്കുന്നുണ്ട്. ശാലിനെ ഒരാളെ വിളിക്കുന്നു, എന്തായി അവിടുത്തെ കാര്യങ്ങളെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനെ ഏർപ്പാടാക്കിയ ആരോ അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നെങ്കിൽ സുബൈറാണോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ലേല കാര്യങ്ങളൊക്കെ നമ്മുടെ ശാലിനെ അറിയിക്കുന്നുണ്ട്. അപ്പം ഈ രോഹിത്ത് വിളിച്ച സമയത്ത് പുറകിൽ നിന്ന് അടുത്ത ഒരു ശബ്ദം കേൾക്കുന്നു. 15,40,000 സംതിങ് എങ്ങാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന സമയത്ത് രോഹിത്തൊക്കെ തിരിഞ്ഞു നോക്കുന്നു, ഇത് ആരാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ആരാണെന്ന്. ശരിക്കും ശാലിനെ ഏർപ്പാടാക്കി ആരെങ്കിലും ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അതോ വിഷ്ണു ഏർപ്പാടാക്കിയ ആരെങ്കിലും ആണോ, ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലേ അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ ലേലത്തിൽ ഇവരെല്ലാം ഞെട്ടുന്നു. കാരണം അവരറിയാതെ എങ്ങനെ ഇയാൾ ഇതിൻ്റെ അകത്ത് കടന്നു, അല്ലെങ്കിൽ ഇതാരാണ് എന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം ലേലത്തിൽ വിളിച്ച് ഈ തുകയ്ക്ക് മുകളിൽ അവർക്ക് കൂട്ടി വിളിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോവുകയാണ്. അപ്പം ഈ കോളിലൂടെ ശാലിനെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ സത്യഭാമയുടെ വീട് അവർ വന്ന ആൾ വാങ്ങിയാണ്. ഇത് കണ്ട നമ്മുടെ രോഹിത്തിൻ്റെയും സുസ്മിതയുടെയും ഉപേന്ദ്രൻ്റെയും എല്ലാം കിളി പോവുകയാണ്. കാരണം അവർ വിചാരിച്ചിരുന്ന ഇത് തിരിച്ചു പിടിക്കാമെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഈ വീട് സത്യഭാമയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡിൻ്റെ പ്രൊമോ. അപ്പോൾ ഓക്കെ, ബൈ.